ഇന്ന് 24/2/2026. സമയം ഇപ്പോൾ 1 മണി ആവാറായി ഏട്ടാ. ഉച്ചയ്ക്ക് ഞാൻ നിൽക്കുന്നത് ശംഖുമുഖത്താണ് ഏട്ടാ. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മീനെടുക്കാനുള്ള രീതിയിലേ. ഞാനിപ്പോൾ ഉദ്ദേശിച്ച ഒരു 2 മാസം കൊണ്ട് ഇപ്പം ഞാൻ വേറെ എവിടെയും മീനെടുക്കാനൊന്നും പോകില്ല ഏട്ടാ. ഈ കരമടിക്ക് എന്തെങ്കിലും മീനുണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകും. ആ രീതിയിലാണ് ഇപ്പം ചെയ്യാറുള്ളത്. ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഈ തട്ടുമടിക്ക് പോയി മീൻ പിടിക്കുന്നവരുണ്ട്, താങ്ങുവടത്തിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ട്, ചൂണ്ടപ്പണിക്കാരുണ്ട്. അങ്ങനെ പല തരത്തിൽ. എനിക്കറിയത്തില്ല അതിൽ കൂടുതൽ രീതിയിൽ മത്സ്യബന്ധന രീതിയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കറിയാനുള്ളത് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ 2 മാസം കൊണ്ട് ഈ കരമടിക്കുള്ള മീനാണ് എടുക്കുന്നത്. അപ്പം അന്നുള്ള ഫ്രഷ് മീൻ കിട്ടുമല്ലോ. മറ്റുള്ളതും ഫ്രഷ് മീൻ തന്നെ. എന്നാലും ഞാൻ ഇപ്പോൾ എടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടാ. അപ്പോൾ അങ്ങനെ ഈ മീനെടുക്കാൻ പോകുമ്പോഴേ ഈ 2 മാസം കൊണ്ടും പൊതുവെ മീൻ കുറവാണ് കേട്ടോ കടലിൽ. പ്രത്യേകിച്ച് ഈ കരമടിക്ക് മീൻ നല്ല രീതിയിൽ കുറവാണ്. എങ്കിൽ ഈ കരമടി വലിക്കുന്നവരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭയങ്കര ജോലിയാണ് കേട്ടോ അവർക്ക്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്തിടന്ന് കഷ്ടപ്പെടുന്നതിനൊന്നും ഒരു മടിയുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുള്ള രീതിയിലേ അവർ രാവിലെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നതിനൊന്നും ഒരു മടിയുമില്ല. പക്ഷേ ഈ കഷ്ടപ്പെട്ടാലൊന്നും ആ വലയിൽ മീൻ കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇതൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഈ കടലെന്ന് പറയുന്നത് സത്യമുള്ള കാര്യമാണ്. കാരണം ചില സമയത്ത് ചില ടൈമിൽ ഒക്കെ മീൻ കിട്ടുകയുള്ളൂ. ഈ സമയത്ത് മീൻ പൊതുവെ കുറയുന്ന സമയമാണെന്നാണ് അറിയുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ മീൻ കിട്ടുമെന്നും പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ 2 മാസം കൊണ്ടേ ഈ മീനൊക്കെ കിട്ടാൻ വരാൻ നേരത്ത് ഈ വല വലിക്കുന്നവരുടെയൊക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നോക്കണം. ഈ റംസാൻ മാസമായിട്ട് വീട്ടിൽ പട്ടിണി കിടക്കുന്നവരും ഉണ്ടെന്നാണ് അറിയുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ളവരും ഉണ്ട്. മീൻ പോലും കൂട്ടാനില്ലാതെ വീട്ടിലെ ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ആരും അങ്ങനെ ഒന്നും പൊതുവെ പറയാറില്ല. ആരും അങ്ങനെ ആരുടെ മുമ്പിലും പോയി ഒന്നും ചോദിക്കാറും പറയാറൊന്നുമില്ല കേട്ടോ. കാരണം അവരൊക്കെ ശീലമായി. ഇതൊക്കെ ഒരു ശീലമാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ ശീലമായി പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ 2 മാസം കൊണ്ടേ ഓരോ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മളതിനെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് വീട്ടുകാരൊന്ന് മനസ്സിലാക്കണം. വീട്ടിലുള്ള മക്കളും ഭാര്യയും ഉമ്മായും വാപ്പയും എല്ലാവരും മനസ്സിലാക്കണം. കാരണം അവർ ജീവിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി, അതായത് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവർ കുടുംബം നോക്കാൻ വേണ്ടി വന്നിട്ട് അവർ കിടന്ന് കഷ്ടപ്പെട്ട് മാട് പണി ചെയ്യുമ്പോൾ പോലെ അവർ പണിയെടുക്കും. ഒരു വല വേണമെങ്കിൽ അവർക്ക് 4 മണിക്കൂറത്തെ ജോലിയുണ്ട് കേട്ടോ. വള്ളത്തിൽ കയറ്റി വല കൊണ്ട് വിട്ട് തിരിച്ച് വന്ന് വല തിരിച്ച് വള്ളത്തിൽ കയറ്റി വെച്ച് അത്ര നേരം വെയിൽ കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് മീനില്ല, പൈസ ഇല്ല, തിരിച്ച് വീട്ടിൽ കയറി ചെല്ലാൻ നേരത്തെ അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. കുടുംബം നോക്കാൻ ഇറങ്ങിയവരാണ്. മക്കളെ വളർത്താൻ ഇറങ്ങിയവരാണ്. അവരുടെ മനസ്സ് നോവിപ്പിക്കരുത്. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വരുന്നവരാണ്. പിന്നെ കിട്ടണതും കിട്ടാത്തതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ. പടച്ചവൻ കൊടുക്കുന്നതേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളിനിയിപ്പോൾ എങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചാലും പടച്ചവൻ തന്നാലേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളിനി എത്ര തുള്ളിയാലും, നമ്മൾ എങ്ങനെ കിടന്ന് ആടിയാലും, എങ്ങനെയൊക്കെ കിടന്ന് ജീവിക്കാൻ നോക്കിയാലും പടച്ചവൻ നമുക്ക് ഏഹിത നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. നമുക്ക് നല്ല സമയവും വരും, കെട്ട സമയവും വരും. ആ നല്ല സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് കെട്ട സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം. എല്ലാവരും അവരുടെ കൂടെ നിൽക്കണം സപ്പോർട്ടായിട്ട്. നമുക്ക് നല്ല സമയത്തും അവർ നമ്മളെ കൂടെ കാണും, കെട്ട സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഒപ്പം ഉണ്ടാവണം. ആ രീതിയിൽ വേണം എല്ലാവരും പെരുമാറാൻ. പല സ്ഥലങ്ങളിലും അങ്ങനെ അല്ല കേട്ടോ. കാരണം വെച്ചാൽ പല സ്ഥലത്തും കേൾക്കുന്ന രീതി വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിള്ളേരെ പഠിപ്പിക്കണം, പിള്ളേരെ ഫീസ്, ഭക്ഷണം, ചിലവ്, പിന്നെ വീട്ടിലെ കറണ്ട്, എല്ലാ കാര്യങ്ങളും ഇതെങ്ങനെ അറിയും? ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്താൽ 2 മാസം കൊണ്ട് വരുമാനമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മായും വാപ്പായും ഉള്ളതിനെ കൊണ്ട് ഞാൻ ആ വലിയ ബുദ്ധിമുട്ട് അറിയാതെ പോകുന്നു. എൻ്റെ വീട്ടിലെ ചിലവ് ഞാൻ സത്യത്തിൽ ഇപ്പം വീട്ടിലെ കാര്യം വീട്ടുകാരുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ പോകുന്നു. പക്ഷേ ഓരോരുത്തരുടെ വീട്ടിൽ ഇതല്ല അവസ്ഥ.
ഞാനിപ്പോൾ ആരുടെയും കാര്യം എടുത്തിങ്ങനെ പറയുന്നതല്ല. ഓരോരുത്തരുടെ രീതി നമ്മളെ ഓരോ ദിവസം വരാൻ നേരത്ത് നമ്മൾ ഓരോരുത്തരുടെ കാര്യം കേട്ട് ഓരോരുത്തരുടെ വിഷമങ്ങൾ കേൾക്കാൻ നേരത്ത് നമ്മൾ പറഞ്ഞുള്ള കാര്യമാണ്. ഹോസ്പിറ്റൽ കേസ്, ഓരോ ബുദ്ധിമുട്ട്, ഓരോ പ്രയാസങ്ങളൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഓരോന്ന് കേൾക്കാൻ നേരത്തൊക്കെ ഉള്ള രീതിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്തുണ്ടായാലും സുഖാലും ദുഃഖാലും അവരെ കൂടെ നമ്മൾ അനുഭവിക്കണം. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഈ മാസം നല്ലൊരു മാസമായിട്ട് ഒരു മാർഗവും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? അതും പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഈ കണ്ടു നിൽക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അങ്ങനെ വലിയ സുഖമുള്ള ജീവിതമല്ല കേട്ടോ. കാരണം ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ ഇത് ദഹിക്കുന്നില്ല. ഞാനും ഇപ്പോൾ ഈ കൂടെ വന്നിരുന്ന് ഇവരെ ഈ വേദന കാണാൻ നേരത്തെ സത്യം പറഞ്ഞാൽ നമുക്കും വിഷമം തന്നെ. കാരണം ഈ മീൻ ഇല്ല വരാൻ നേരത്തെ കച്ചവടത്തിന് മീൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഞാനങ്ങ് പോകും. പക്ഷേ ഈ വല വലിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു 100 രൂപ കാശില്ലാതെ തിരിച്ച് വീട്ടിൽ കയറി പോകുമ്പോഴുള്ള അവസ്ഥയെ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നെ. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ഇത് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിലേ നമ്മൾ ആ ഘട്ടത്തിൽ കൂടെ കടന്നു പോയാലേ മനസ്സിലാകത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. 2 മാസം കൊണ്ട് കടന്ന് ഓരോരുത്തരുടെ ജീവിതം കാണാൻ നേരത്ത് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. അതാണ് കാര്യം. എങ്കിൽ പറയുവേ വേറെ ഏതെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കും പലരും. ഇപ്പം എല്ലാവർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആ ജോലിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഒരു ഡോക്ടർക്ക് ആ ഡോക്ടറുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഒന്ന് വലയിടാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൽ ഏറ്റവും വലിയ സത്യം എന്ന് പറയണത് ഈ വല വിട്ട് മീൻ പിടിക്കുന്നവരുടെ വീട്ടിൽ മീനില്ലെന്നുള്ള അവസ്ഥയാണ്. അവർക്ക് കാശുമില്ല, മീനുമില്ല. വീട്ടിൽ സത്യം പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് വീട്ടിൽ ആഹാരം ഇല്ലാതെയൊക്കെ നിൽക്കുന്നവരുണ്ട് ഈ മാസത്തിൽ. പിന്നെ കയ്യിൽ 5 പൈസ ഇല്ലാതെ ഹോസ്പിറ്റലും ബുദ്ധിമുട്ടുമായിട്ട് അനുഭവിക്കുന്നവരുണ്ട്. വീട്ടിൽ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മളെ ഈ കൂട്ടത്തിൽ. നമ്മളിപ്പോൾ ആരും അങ്ങനെ പരസ്പരം ആരും ഒന്നും തുറന്നൊന്നും പറയാറില്ല. എല്ലാവരും അങ്ങ് മനസ്സിൽ വെച്ച് നടക്കും. പക്ഷേ എങ്കിലും മനസ്സിലാക്കണം, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. വീട്ടുകാരും നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കില്ല, പിന്നെ ആരാണ് മനസ്സിലാക്കാനുള്ളത്? അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഈ സാഹചര്യവും കടന്നു പോകും, ഈ സമയവും കഴിഞ്ഞു പോകും. നമുക്ക് ജീവിതത്തിൽ എല്ലാ സമയവും നമുക്ക് ഒരുപോലെ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് നല്ല സമയം ഉണ്ടാവും, കെട്ട സമയം ഉണ്ടാവും. ഇത് നമ്മളെ കെട്ട സമയം എന്ന് വിചാരിച്ച് നല്ല സമയത്തിന് നമ്മൾ കാത്തിരിക്കുക. ഈ കെട്ട സമയം മാറി നല്ല സമയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പടച്ചോനെന്ന് പറയണതേ പരീക്ഷിക്കും, ഉപേക്ഷിക്കത്തില്ല. പക്ഷേ നമുക്ക് ആ നല്ല കെട്ട സമയത്ത് അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. അവർ ജീവിക്കുന്നതേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളും അവരെ കൂടെ ഉണ്ടാവണം. അപ്പം നല്ല സമയത്തും നിങ്ങൾ സന്തോഷിക്കുക. ഈ കെട്ട സമയത്ത് അവരെ സങ്കടത്തിൽ നിങ്ങൾ പങ്കുചേരണം. അല്ലാതെ കെട്ട സമയത്ത് തള്ളി പറഞ്ഞിട്ട് നല്ല സമയത്ത് ചേർത്ത് പിടിക്കുകയല്ല വേണ്ടത്. നമുക്ക് നല്ല സമയവും കെട്ട സമയം വരാനെടുത്ത് എല്ലാ സമയത്തും അവരെ കൂടെ ഉണ്ടാവണം. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ മാറി മീൻ കിട്ടി തുടങ്ങുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇത് പറഞ്ഞ് നിർത്തുന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മീൻ കിട്ടും. എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാവരുടെ ബുദ്ധിമുട്ടും മാറും. പടച്ചോനെന്ന് പറയണതേ പരീക്ഷിക്കും, ഉപേക്ഷിക്കത്തില്ല. നമ്മൾ വീണ്ടും ആ വിശ്വാസമുണ്ട്. പടച്ചോനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഉറപ്പായിട്ടും പടച്ചോൻ കൈവിടില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. നോക്കാം നമുക്ക്.